ഇന്ന് വൈകിട്ട് 6:30 മുതൽ 9:30 വരെ സംസ്ഥാനത്ത് അരമണിക്കൂർ വീതം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചു. സത്യത്തിൽ നാട്ടുകാർക്ക് ഒരു കാര്യവുമില്ല. മന്ത്രി ഉണ്ടായിട്ടും ആദിവാസി ഊരുകളിൽ പട്ടിണി. മന്ത്രി ഉണ്ടായിട്ടും നാടുനീളെ മാലിന്യവും പട്ടികളും. മന്ത്രി ഉണ്ടായിട്ടും പകർച്ചപ്പനിയും മരുന്നുക്ഷാമവും. മന്ത്രി ഉണ്ടായിട്ടും കയ്യേറിപ്പോകുന്ന സർക്കാർ ഭൂമി. പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. റോഡിലിറങ്ങിയാൽ കാണുന്നതൊക്കെ കുഴികൾ. പ്രാഗിപ്പോകുന്നത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ. റേഷൻ കടയിൽ ചെന്നാൽ അരിയില്ല, പയറില്ല. ഒടുക്കത്തെ അഴിമതിയാണെന്ന് അറിയാതെ പ്രാഗിപ്പോകുന്നത് മന്ത്രി അനൂപ് ജേക്കബ് ഇല്ലാഞ്ഞിട്ടാണോ? സൽഭരണം കേന്ദ്രത്തിലും കേരളത്തിലും നടക്കുന്നതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. സ്കൂളുകളിലെ ശുചിമുറികളുടെയും കക്കൂസുകളുടെയും ശോച്യാവസ്ഥയുടെ നേർക്കാഴ്ചകൾ. മൂത്രമൊഴിക്കാൻ പോലുമാകാതെ അടക്കിപ്പിടിച്ചിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദം. നേരിന്റെ ഈ ദൃശ്യങ്ങളും ശബ്ദവും ഞങ്ങൾ പകർത്തി. അത് പൊതുസമൂഹത്തെ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ്, ആരോഗ്യ കേരളം മാതൃക, ഇതൊക്കെ എവിടെയോ പിഴച്ചെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കി. ഒന്നും മിണ്ടാതിരിക്കാനും നടപടിയെടുക്കാതിരിക്കാനും നിവർത്തിയില്ലാതായി അധികൃതർ. ഗൈഡ് ലോബികളെ സഹായിക്കാൻ പാഠപുസ്തക അച്ചടി വൈകിപ്പിക്കുന്നതായി ആരോപണം. സ്കൂൾ തുറന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് ആയിട്ടില്ല. 5ാം ക്ലാസ്സിലെ മലയാളം, 7ാം ക്ലാസ്സിലെ മലയാളം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളുടെ പാഠപുസ്തകങ്ങൾ സംസ്ഥാനത്തെ ഒട്ടുമിക്ക സ്കൂളുകളിലും എത്തിയിട്ടില്ല. കുട്ടികൾക്ക് സൗജന്യമായി നൽകേണ്ട പാഠപുസ്തകങ്ങളാണിത്. 58%, അതായത് പകുതിയിലേറെ കുട്ടികൾക്ക് പുസ്തകം നൽകാൻ ബാക്കിയുണ്ടെന്നാണ് സർക്കാരിന്റെ തന്നെ കണക്ക്. ഓണപരീക്ഷ എത്താറായിട്ടും പാഠപുസ്തകങ്ങൾ കിട്ടാതായതോടെ ഭീമമായ സംഖ്യയ്ക്ക് ഗൈഡുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് കുട്ടികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിന് മുമ്പിലെ ഒരു പതിവ് കാഴ്ച കാണാം. ഇത് സ്ട്രെച്ചറിലായിട്ട് അതെ, സ്ട്രെച്ചറില്ല. സത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറയും പോലെയാണ് നന്മ സ്റ്റോറുകളുടെ കാര്യം. അത്യാവശ്യം വേണ്ട പലചരക്ക് സാധനങ്ങൾ എന്തെങ്കിലും ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനക്കാർ കൈമലർത്തും. 1-2 ഇനം അരിയുണ്ട്, എന്നാൽ മറ്റു സാധനങ്ങളൊന്നും മിക്കയിടത്തുമില്ല. സാധനങ്ങൾ കഴിഞ്ഞ മാസം വന്നതാണ്, ഈ മാസം എത്തിയിട്ടില്ല. പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് കണ്ടെത്തൽ. RDS കരാറുകാരെയും ഉദ്യോഗസ്ഥരെയും പ്രതിയാക്കിയുള്ള FIR ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിക്കും. പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. DYSP ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഉദ്യോഗസ്ഥരും ചേർന്ന് പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിൽ ഗുരുതര അഴിമതി നടത്തിയെന്ന് വ്യക്തമാക്കുന്നത്. മേൽപ്പാല നിർമ്മാണത്തിന് നിലവാരമില്ലാത്ത സിമന്റാണ് ഉപയോഗിച്ചത്. ആവശ്യത്തിനുള്ള അളവിൽ കമ്പി ഉപയോഗിച്ചില്ല. 2 വർഷത്തിനുള്ളിൽ പാലത്തിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം ഇതാണ്. മാത്രമല്ല, പാലം രൂപകൽപ്പനയിൽ പോലും അഴിമതി നടന്നുവെന്ന് FIR-ൽ വ്യക്തമാക്കുന്നു. 37,000-ഓളം പെൻഷൻകാർ ഇപ്പോൾ സമരരംഗത്താണ്. 37 കോടിയിലധികം രൂപയാണ് ഇതിനായി കണ്ടെത്തേണ്ടത്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സംസ്ഥാന സർക്കാർ സഹായം പ്രതീക്ഷിക്കുക മാത്രമേ മാർഗമുള്ളൂ. പ്രതിസന്ധി തുടർന്നാൽ KSRTC പൂട്ടേണ്ടി വരുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് തന്നെ മുന്നറിയിപ്പ് നൽകി. ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. സരിതയുടെ സൗന്ദര്യത്തിനും ബിജുവിന്റെ ബുദ്ധിക്കും മുന്നിൽ ഒരു തടസ്സവുമായില്ല. ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ വാതിലുകൾ ഇവർക്ക് മുന്നിൽ മലർക്കെ തുറന്നു. 2011 ജൂണിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സോളാർ ചർച്ചകൾക്കായി സരിത എത്തുന്നു. ആ ബന്ധം വളർന്ന് വലുതായി. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ ചിലരുമായുള്ള സരിതയുടെ സൗഹൃദത്തിന് പലപ്പോഴും ആകാശമായിരുന്നു അതിര്. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള അടുപ്പം ഉപയോഗിച്ച് സംസ്ഥാനമൊട്ടാകെ വലിയ പണക്കാരുടെ മടിശീലകൾ ലക്ഷ്യമിട്ടുള്ള തീർത്ഥാടനമായിരുന്നു. പലരെയും വീഴ്ത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള അടുപ്പം അവരെ വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നുവെന്നതും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. പല മന്ത്രിമാരും സരിതയ്ക്ക് പരിധിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നുവെന്നും ആക്ഷേപമുയർന്നു. പിന്നീട് സോളാറിൽ കേരളം കുലുങ്ങുന്നതാണ് കണ്ടത്. സരിതയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ ജിക്കുമോനും ടെനി ജോപ്പനും ഗൺമാൻ സലിം രാജും പുറത്തുപോയി. ജോപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സരിതയുടെ പക്കൽ നിന്ന് കിട്ടിയ പെൻഡ്രൈവ് കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിലപേശൽ നടത്തിയെന്ന ആരോപണം വരുന്നു. മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ വിശ്വസ്തന്റെ ഇടപെടലുകളും മകന്റെ ബിസിനസ്സുകളും പുതിയ വെളിപ്പെടുത്തലുകൾ. പിന്നീടിങ്ങോട്ട് കേരളം കണ്ടതും കേട്ടതും നാറിയതും അറയ്ക്കുന്നതുമായ കിടപ്പറക്കഥകൾ. ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ വരെ ലൈംഗിക ആരോപണങ്ങൾ. അവസാനം ഇന്നലെ വരെ നിഷേധിച്ചതെല്ലാം മാറ്റി സോളാർ കമ്മീഷന് മുന്നിൽ എല്ലാ അണിയറ കഥകളും സ്ഥിരീകരിച്ച് സരിതയുടെ മൊഴിയും. 5 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനോളം തന്നെ പ്രായമുണ്ട് സോളാർ തട്ടിപ്പിന്റെ ചരിത്രത്തിനും.